ഗുഡ് മോർണിംഗ്. പ്രത്യാശ സന്ദേശവുമായി ഈസ്റ്റർ ആണെന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ നേരുകയാണ്. ആദ്യ വാർത്തയിലേക്ക്. പ്രത്യാശയുടെ സന്ദേശം പകർന്ന് ക്രൈസ്തവ സമൂഹം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയിലാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. മഹിമയുടെ നാഥനുയിർക്കുന്നു, മുറിവുകളാൽ മൂടിയ മേനിയിതാ. അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ. യേശുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കൽ. കാൽവരി കുന്നിന്മേൽ കാണുന്നതാരിതാ, ആണിമേൽ തൂങ്ങുമെൻ. മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ ജീവൻ വെടിഞ്ഞ യേശു 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. ഈസ്റ്ററിലേക്ക് നയിക്കുന്ന നോമ്പ് മരുഭൂമിയിലെ യേശുവിന്റെ 40 ദിവസത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. പ്രാർത്ഥനാനിർഭരമായ ആ ദിനങ്ങളിലൂടെയാണ് വിശ്വാസികളുടെ വിശുദ്ധിയിലേക്കുള്ള പ്രയാണം. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. ഒത്തുചേരലിന്റെയും സാഹോദര്യത്തിന്റെയും പെരുന്നാൾ കൂടിയാണ് ഈസ്റ്റർ. അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദയയുടെയും ലോകത്തേക്ക് മനുഷ്യ മനസ്സിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായി മാറുമ്പോഴാണ് ഈസ്റ്റർ അതിന്റെ യഥാർത്ഥ സ്വത്വം കണ്ടെത്തുന്നത്. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. രാജ്യത്ത് സന്തോഷവും സമാധാനവും തുടരണമെന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് ശുശ്രൂഷകൾക്ക് ബസേലിയോസ് ക്ലിമ്മിസ് കാത്തോലിക്ക ബാവ കാർമ്മികത്വം നൽകി. രാജ്യത്ത് തുടർന്നുവരുന്ന സന്തോഷവും സമാധാനവും ഇനിയും തുടരണമെന്ന ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ബസേലിയോസ് ക്ലിമ്മിസ് ബാവ പറഞ്ഞു. സജീവമായും സന്തോഷപ്രദമായും സഹവർത്തിത്വത്തിലും സഹകരണത്തിലും ഒന്നിച്ച് നമുക്ക് ജീവിക്കുന്നതിന് സാധ്യമായ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം വളരുന്നതിനും നിലനിൽക്കുന്നതിനും രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ് കാർമ്മികത്വം വഹിച്ചത്. തലസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. മലബാറിലും വിപുലമായ പരിപാടികളോടെയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പുലർച്ചെ വരെ നീണ്ടുനിന്ന പാതിരാ കുർബാനയ്ക്ക് ബിഷപ്പുമാർ നേതൃത്വം നൽകി. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങിയ യേശുക്രിസ്തു കുരിശുമരണത്തിനു ശേഷം 3-ാം നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയുമായി ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുനാൾ കൂടിയാണ് ഈസ്റ്റർ. 50 ദിവസത്തെ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ശുശ്രൂഷകൾ, കുർബാന, തിരുകർമ്മങ്ങൾ എന്നിവ നടന്നു. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ദേവമാതാ കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇത് തരുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. അത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യരാശിക്ക് മുഴുവനുമാണ്. അതായത് മനുഷ്യൻ മരിച്ചാലും അവൻ ജീവിക്കുമെന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ
താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വന്യജീവി ആക്രമണ ഭീതിയിൽ മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പാതിരാ കുർബാന നേരത്തെയാക്കിയിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മധ്യ കേരളത്തിലും വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. കൊച്ചിയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പ്രാർത്ഥനയും വ്രതശുദ്ധിയും നിറഞ്ഞ 50 നോമ്പ് ദിനങ്ങൾ. ഉയിർപ്പിന്റെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ പാപഭാരം ചുമലിലേറ്റി കുരിശുമരണം വരിച്ച ക്രിസ്തു 3-ാം നാൾ ഉയിർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കൽ. വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോസഫ് കളത്തിപ്പറമ്പിൽ നേതൃത്വം നൽകി. മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ നേതൃത്വത്തിലായിരുന്നു കരിങ്ങാച്ചിറ സെയിന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ. മൂവാറ്റുപുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കോട്ടയം നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗുജറാത്ത് ബറോഡ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഉയർപ്പ് ശുശ്രൂഷകളിലും നിരവധി പേർ പങ്കെടുത്തു. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. 24 കൊച്ചി. ഇനി മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ പറവട്ടാനിയിൽ മദ്യലഹരിയിൽ യുവാവ് അയൽവാസിയെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. പറവട്ടാൻ സ്വദേശി ഡേവിസ് ആണ് കൊല്ലപ്പെട്ടത്. പ്രതി ജോമോനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂരജ് സജി നൽകും തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എന്താണ് ഈ തർക്കത്തിന് ഇടയാക്കിയത്? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മദ്യലഹരിയിൽ യുവാവ് സുഹൃത്തിനെ അടിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇരുവരെയും ഇന്നലെ രാവിലെ എല്ലാം ഈ നാട്ടുകാർ ഒന്നിച്ച് കണ്ടതാണ്. ഇരുവരുടെയും വീടിന് സമീപത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മദ്യപിച്ചതിന് ശേഷം തർക്കമുണ്ടാകുന്നു. ആ സമയത്ത് മരവടി പോലുള്ള എന്തോ കൊണ്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഡേവിഡിന്റെ തലയ്ക്ക് ഗുരുതരമായ രീതിയിൽ അടിക്കുകയായിരുന്നു. ഈ മുഖമാകെ ചതഞ്ഞ നിലയിലാണുള്ളത്. ഈ ആക്രമണത്തിനിടയിൽ ജോമോനും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡേവിഡ് മരിച്ചു. പിന്നീട് ഡേവിഡിനെ ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇതിനിടയിൽ പരിക്കേറ്റ ജോമോനെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ മണ്ണൂത്തി പോലീസിനാണ് ഇത് സംബന്ധിച്ച് വിവരം ലഭിക്കുന്നത്. പോലീസ് എത്തുമ്പോഴേക്കും ഈ പരിക്കേറ്റ നിലയിലായിരുന്നു ജോമോൻ ഉണ്ടായിരുന്നത്. പിന്നീട് ഈസ്റ്റ് പോലീസിന്, അതായത് ഈ പ്രദേശം വരുന്ന ഈസ്റ്റ് പോലീസിന് കീഴിലാണ്. ഈസ്റ്റ് പോലീസ് എത്തി ഇദ്ദേഹത്തെ തൃശൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ മരിച്ച ഡേവിസിന്റെ മൃതദേഹം നിലവിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ആക്രമിച്ച ആളെ ചോദ്യം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് അധികം വൈകാതെ കടക്കും. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മീനച്ചൂട് ഉച്ചസ്ഥായിലെത്തിയതോടെ വിയർത്തു കുളിക്കുകയാണ് പാലക്കാടൻ ജനത. മിക്ക ദിവസങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലാണ് അന്തരീക്ഷ താപനില. പ്രചാരണത്തെയും ചൂട് കാര്യമായി ബാധിക്കുന്നതായി സ്ഥാനാർത്ഥികൾ പറയുന്നു. മാന്യമഹാജനങ്ങളെ, പ്രിയ വോട്ടർമാരെ, ഇങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കൊടും ചൂടാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ വളരെയധികം മോശമാണ്. ആകെ മൊത്തം കട്ടപ്പുകയാണ് അവസ്ഥ. വെള്ളം അലർജി ആയിരുന്ന ഫ്രീക്കന്മാർ പോലും കുളി 4-5 നേരമാക്കി.
പകൽ പുറത്തിറങ്ങിയാൽ തീർന്നു കഥ. വിയർത്തു കുളിച്ച ഒരു പരുവമാകും. ആകെ ആശ്വാസം ദേ ഇതൊക്കെയാണ്. ഞാൻ ദുബായിലായിരുന്നു, പക്ഷെ നമുക്ക് ഏകദേശം അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ഇപ്പം നമുക്ക് ആ ഒരു ചൂട് പോലെ തന്നെയാണ് നമ്മളിവിടെ ഫീൽ ചെയ്യുന്നത്. അപാര ചൂടാണ്, സഹിക്കാൻ പറ്റാത്തത്. 6 മണി 7 മണി ആകുമ്പോഴേക്കും തന്നെ വേർത്ത് പൊരിച്ച വെയിലാണ്. എന്താ ചെയ്യുക, സഹിച്ചല്ലേ പറ്റും. ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും കാര്യമാണ് കഷ്ടം. കൊടും ചൂടാണെന്ന് കരുതി വോട്ടർമാരെ കാണാതിരിക്കാനാകില്ല. പിന്നെ ചില ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണ് ഇറക്കം. വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ, വളരെ ലഘുവായിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അതും നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം പഴങ്ങളും മറ്റും ആണ് കഴിക്കാറുള്ളത്. അത്ര വേഗത്തിൽ ചൂടേൽക്കാത്ത പാലക്കാട്ടുകാർ പോലും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ നിരക്ക് വർധന ഏർപ്പെടുത്തും. കുതിരാൻ തുരങ്കത്തിന്റെയും റോഡിന്റെയും പണി പൂർത്തിയാകാതെ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. നിരക്കുയർത്തിയാൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് തീരുമാനം. നിലവിലത്തെ തീരുമാനമനുസരിച്ച് വലിയ വാഹനങ്ങളുടെ ഒറ്റയാത്രയ്ക്കും മടക്ക യാത്ര ചേർത്തുള്ള യാത്രയ്ക്കും മാസപ്പാസിനും നാളെ മുതൽ നിരക്കുയരും. 5 രൂപ മുതലാണ് വർധന. ടോൾ തുകയുടെ 60% കുതിരാൻ തുരങ്കത്തിലൂടെ കടന്നുപോകാനാണെന്നിരിക്കെ പണി പൂർത്തിയാക്കാതെ നിരക്കുയർത്തുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. നാളെ ടോൾ നിരക്ക് ഉയർത്തിയാൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മ പ്രതിനിധികൾ പറയുന്നത്. ഇവിടെ തുരങ്കത്തിലെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞ 3 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു ഭാഗം അടച്ചിട്ടുകൊണ്ട് മറുഭാഗം തുറന്നിട്ട് കൊടുക്കുമ്പോഴും 60% കുതിരാൻ്റെ പേരിലാണ്, തുരങ്കത്തിൻ്റെ പേരിലാണ് ടോൾ നിരക്ക് ഈടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇരു ഭാഗത്തേക്കുമുള്ള സുഗമമായ ഗതാഗതം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡ്. കുതിരാൻ തുരങ്കത്തിന്റെ പണി പൂർത്തിയാകാത്തതിനാൽ ഒരു തുരങ്കത്തിലൂടെ മാത്രമാണ് നിലവിൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിലവിൽ പ്രദേശവാസികൾക്ക് അനുവദിച്ചിട്ടുള്ള സൗജന്യവും ഉടൻ പിൻവലിക്കുമെന്നാണ് സൂചന. കുതിരാൻ തുരങ്കത്തിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കാതെ ടോൾ നിരക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്നും പ്രാദേശിക കൂട്ടായ്മകൾ പറയുന്നു. രാജീവ് സുദേവനൊപ്പം പന്നിയങ്കരയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. 2020-21 അധ്യയന വർഷത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് കാണാതായത് 50 ഉത്തരക്കടലാസുകൾ. സംസ്ഥാന ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. കുറ്റക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് സർവകലാശാല ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയ മറുപടി. സർവകലാശാല ചട്ടവിരുദ്ധമായി വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് തിരുത്തിയെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 2020-21 അധ്യയന വർഷത്തിലാണ് 50ഓളം വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായത്. ഇതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്ന് ഓഡിറ്റ് വിഭാഗം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉത്തരക്കടലാസുകൾ കൈകാര്യം ചെയ്തത് കൂട്ടായ ചുമതലയാണെന്നും അതുകൊണ്ട് ഉത്തരവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ് പരീക്ഷാ വിഭാഗം ഓഡിറ്റ് വിഭാഗത്തിന് നൽകിയ മറുപടി. ഈ മറുപടി തൃപ്തികരമല്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉത്തരവാദികളെ കണ്ടെത്തി പുനഃപരീക്ഷ നടത്തിയതിന്റെ നഷ്ടപരിഹാരം ഈടാക്കി അറിയിക്കാനും ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടു. കൂടാതെ ഇന്റേണൽ മാർക്ക് നൽകുന്നതിലും ക്രമക്കേട് കണ്ടെത്തി. 2020-21 അധ്യയന വർഷത്തിൽ 43 പേരുടെ ഇന്റേണൽ മാർക്ക് റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം തിരുത്താൻ അവസരം നൽകിയതായി ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഇത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സമീർ ബിൻ കരീം, 24, തിരൂർ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണിയുടെ മഹാറാലി ഇന്ന്. ഡൽഹി രാംലീല മൈതാനത്ത് രാവിലെ 10 മണിയോടെ ആരംഭിക്കുന്ന റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സീതാറാം യെച്ചൂരി, ഡി രാജ, ശരത് പവാർ, തേജസ്വി യാദവ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യം കൂടി പ്രകടമാക്കാനാണ് മഹാറാലി സംഘടിപ്പിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലെ മന്ത്രിമാർ നേരിട്ടെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഡൽഹിയിലെ ഓരോ വീടുകളും കയറിയുള്ള പ്രചാരണം തുടരാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു എന്ന് ഉയർത്തിക്കാട്ടിയാണ് ആം ആദ്മിയുടെ പ്രചാരണം. റാലിയുടെ ഭാഗമായി ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
PDP ചെയർമാൻ അബ്ദുൽ നാസർ മാദിനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്ന് 4 ദിവസമായി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വെന്റിലേറ്ററിന്റെ സഹായം ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഹൃദയ സംബന്ധമായ കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 20-നാണ് മാദിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ തന്റെ ചിത്രം ഉപയോഗിച്ചതിനെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി CPM-നൊപ്പം മുന്നോട്ടു പോകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി 24-ഓട് പറഞ്ഞു. കർണാടകത്തിൽ BJP-യുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിനി ഒരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഗാന്ധിജിൻ്റെ ഫോട്ടോ എല്ലാവരും വെക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരാൾ ഫോട്ടോ വെച്ചതിന് അതിനു വേണ്ടി ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പോകണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് BJP-യുടെ നയവുമായിട്ട് ഒരിക്കലും യോജിക്കുന്നില്ല. നിഖിൽ പ്രമേഷ് ചെയ്തുണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ NDA കർണാടകയിലെ പോസ്റ്റർ വിവാദത്തിലാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. JDS-ന്റെ ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും മാത്യു ടി തോമസിനൊപ്പം കെ കൃഷ്ണൻകുട്ടിയുടെ ചിത്രം പോസ്റ്ററിൽ ഉണ്ട് താനും. എന്താണ്, ഏത് രീതിയിലാണ് പോസ്റ്റർ തള്ളിക്കൊണ്ട് മന്ത്രി നടത്തിയ പ്രതികരണം? ബംഗളൂരു റൂറൽ സ്ഥാനാർത്ഥി ഡോക്ടർ C മഞ്ജുനാഥിന്റെ പോസ്റ്ററിലാണ് LDF നേതാക്കളുടെ ചിത്രങ്ങളുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, മാത്യു ടി തോമസ് MLA എന്നിവരുടെ ചിത്രങ്ങളാണ് NDAക്കായി മത്സരിക്കുന്ന JDS സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റുന്നുണ്ട്. LDF NDA BJP ബന്ധം എന്നൊക്കെ ആരോപിക്കുന്ന ഘട്ടത്തിൽ അതിനെ ശരിവെക്കാനാണ് കൂടുതലായും ഈ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനെ തള്ളിയാണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കേരള JDS-ന് ദേശീയ തലത്തിൽ യാതൊരു ബന്ധവും NDA-യുമായി ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ ഈ പോസ്റ്റർ ഉപയോഗിച്ചതിനെ കുറിച്ച് തനിക്ക് അറിവില്ല. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവും കേരള പാർട്ടിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബന്ധം വിജയിച്ചതായി ദേശീയ നേതൃത്വത്തെ അറിയിച്ചതാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി സ്വതന്ത്ര നിലപാടുമായി CPM-നൊപ്പം മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പാലായിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയെക്കുറിച്ചാണ് കോട്ടയത്തെ ഇപ്പോഴത്തെ ചർച്ച. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ ശകാരം ഏൽക്കേണ്ടി വന്ന തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി എന്തു പറയും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാലായിലെ നവകേരള സദസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രിയെ അടുത്ത് കിട്ടിയതോടെ റബ്ബർ വിലി അടക്കം 3 വിഷയങ്ങൾ ചാഴിക്കാടൻ മുന്നോട്ട് വെച്ചു. പക്ഷേ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യം അതല്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ചാഴിക്കാടനെ ശകാരിച്ചു. ഇതോടെ സ്വന്തം തട്ടകത്തിൽ ചാഴിക്കാടനും കേരള കോൺഗ്രസും വെട്ടിലായി. കേരള കോൺഗ്രസും പാർട്ടിയെ തന്നെ അപമാനിച്ചു എന്ന തരത്തിൽ കഥകൾ പരന്നതോടെ മുഖ്യമന്ത്രി തന്നെ അതിന് വിശദീകരണം നൽകി. എന്നാൽ അവിടെയും തീർന്നില്ല. തെരഞ്ഞെടുപ്പിലേക്ക് കടന്നതോടെ UDF-ന്റെ പ്രധാന പ്രചാരണ ആയുധങ്ങളിൽ ഒന്നാണ് ഈ വിഷയം. മുഖ്യമന്ത്രി പാലയിലേക്ക് എത്തുമ്പോൾ വിഷയം സജീവ ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷം. അദ്ദേഹം പാലായിൽ വരട്ടെ. പാലായിൽ വന്ന് അദ്ദേഹം പാലായിലെ ജനങ്ങളോട് എന്താണ് പറയുന്നത് കേൾക്കാൻ നമുക്ക് ആകാംക്ഷയുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കൗതുകമുണ്ട്. പാലായിൽ വെച്ചാണ് ഈ MP ശ്രീ തോമസ് ചാഴികാടൻ റബ്ബർ കർഷകരുടെ പ്രശ്നം പറഞ്ഞത്. അതിനോട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് നമ്മളെല്ലാം കേൾക്കുകയുണ്ടായി. ഇനി എന്താണ് അദ്ദേഹത്തിന് പാലായിൽ വന്ന് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. എന്നാൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞതാണെന്നും ചാഴിക്കാടന്റെ ആവശ്യങ്ങളെല്ലാം സർക്കാർ ഉടനടി നടപ്പാക്കിയെന്നും പറഞ്ഞാണ് വിഷയത്തിൽ നിന്നും LDF തലയൂരാൻ ശ്രമിക്കുന്നത്. പാലായിൽ മുഖ്യമന്ത്രി വീണ്ടും എത്തുമ്പോൾ ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി വിശദീകരണം നൽകുമെന്നാണ് കേരള കോൺഗ്രസുകാരും പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു, മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് വളരെ അനുഭാവപൂർവമായി മാത്രമാണ് പ്രതികരിച്ചത്. അതിന്റെ തെളിവാണ് ആ 3 കാര്യങ്ങളും നടപ്പാക്കി ഇരിക്കുന്നു എന്നതിന്റെ ലക്ഷണം. മുഖ്യമന്ത്രി പാലായിലേക്ക് എത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഉറ്റുനോക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ഇനി അഥവാ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അതും പ്രചരണ രംഗത്ത് സജീവ ചർച്ചയാകും.
കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി ആനി രാജയ്ക്ക് വോട്ട് തേടാൻ തമിഴ്നാട് സത്യമംഗലം കാട്ടിലെ വീരപ്പൻ വേട്ടയുടെ ഇരകളുമെത്തി. വീരപ്പനെ പിടികൂടാൻ രൂപീകരിച്ച പ്രത്യേക ദൗത്യസംഘത്തിന്റെ പീഡനത്തിന് ഇരയായവരാണ് വയനാട്ടിലെത്തിയത്. ആനിരാജ കൂടി നടത്തിയ ഇടപെടലിലാണ് ഇവർക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടാകാൻ കാരണമെന്നാണ് പ്രചാരണത്തിലുടനീളം സത്യമംഗലം പ്രദേശവാസികൾ പറയുന്നത്. ചിന്നമ്മാൾ മുരുകേശൻ, ചിന്നക്കൊളുന്ത്, നല്ലമ്മ, പൊന്നരശി, പെരിയതായി, സരസു എന്നിവരാണ് വയനാട്ടിൽ ആനിരാജയ്ക്കായി പ്രചാരണം നടത്തുന്നത്. വീരപ്പൻ വേട്ടയുടെ മറവിൽ ജോയിന്റ് ടാസ്ക് ഫോഴ്സിന്റെ അതിക്രമങ്ങൾക്ക് വിധേയരായവരാണ് തങ്ങളെന്ന് ഇവർ പറഞ്ഞു. ദേശീയ മഹിളാ ഫെഡറേഷൻ മധുര സമ്മേളനത്തിൽ ആനിരാജയെ കണ്ടതാണ് തങ്ങളുടെ നീതിയിലേക്കുള്ള വാതിൽ തുറന്നതെന്ന് ഇവർ പറയുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ കൊണ്ട് ഇടപെടൽ നടത്താനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ വിഷയമെത്തിക്കാനും ആനിരാജയാണ് മുൻകൈയെടുത്തതെന്ന് വിശദീകരിച്ചാണ് പ്രചാരണം. ஆனிராஜா அம்மாவோட சப்போர்ட் வந்து பார்த்தீங்கன்னா எங்களுக்கு இந்த பாதிக்கப்பட்ட மக்களுக்கு இந்த சதோஷ அறிக்கையிலேருந்து அந்த மக்களுக்கு ரிலீஃப் கிடைக்கிறதுலேருந்து மற்ற விஷயத்துக்காக அந்த அம்மாவோட சப்போர்ட் வந்து எனக்கு தொடர்ச்சியாக கிடைச்சிட்டே இருக்குது. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കർണാടക, തമിഴ്നാട് സർക്കാരുകൾ 10 കോടി രൂപ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറങ്ങിയിരുന്നു. ഇതിൽ 2 കോടി 60 ലക്ഷം രൂപ സർക്കാർ നൽകി. ബാക്കി തുക നൽകുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി നിയമപോരാട്ടം തുടരുകയാണ്. வீரப்பன் கேஸில் பாதிக்கப்பட்ட மக்களுக்கு வந்து ஒரு நல்ல நிதியும் நிவாரணையும் கிடைக்கணும், நியாயமும் கிடைக்கணும் அப்படின்னா எங்களுக்காக அம்மா நிறையா வந்து போராடுறாங்க. அம்மா வந்து ஜெயிச்சு வந்தால் எங்களுக்கு வந்து எல்லாமே நாங்களே ஜெயிச்ச மாதிரி. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ പ്രചാരണം തുടരുകയാണ്. തമിഴ് സ്വാധീനമുള്ള മേഖലകളിലടക്കം സംഘമെത്തുന്നുണ്ട്. 24 വയനാട്. 24 സംഘടിപ്പിക്കുന്ന ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന സംവാദ പരിപാടി ഇന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലാണ്. ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്ത് വൈകിട്ട് 4 മുതൽ 5 വരെ നടക്കുന്ന പരിപാടിക്ക് 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം നേതൃത്വം നൽകും. UDF-നെ പ്രതിനിധീകരിച്ച് KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്തും LDF-നെ പ്രതിനിധീകരിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഗിരീഷും NDA-ക്കായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവനും പങ്കെടുക്കും. തത്സമയ സംവാദ പരിപാടിയിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകാം. ഇനി IPL വാർത്തകൾ. IPL-ൽ 3-ാം ജയം ലക്ഷ്യമിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ് എതിരാളികൾ. 3:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇനി ഇപ്പോൾ കിട്ടിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ തേടി ആപ്പിൾ കമ്പനിയെ സമീപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നീക്കം പാസ്വേഡ് വിവരം നൽകണമെന്ന നിർദ്ദേശം അരവിന്ദ് കെജ്രിവാൾ തള്ളിയ സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും ED. ഇസ്രായേലിന് വീണ്ടും സഹായവുമായി ജോ ബൈഡൻ ഭരണകൂടം. ശതകോടികളുടെ യുദ്ധവിമാനങ്ങളും യുദ്ധസാമഗ്രികളും കൈമാറാൻ തീരുമാനം. സിറിയയിലെ മാർക്കറ്റിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം, 30 പേർക്ക് പരുക്ക്. പൊട്ടിത്തെറിയുണ്ടായത് അലപ്പോ പ്രവിശ്യയിലെ അസാസിലെ മാർക്കറ്റിൽ. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.